എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരങ്ങൾ. ഇന്ന് നമ്മൾ വീഡിയോയിൽ, അതായത് ഇത് പാർട്ട് 4 ധ്യാനത്തിൻ്റെ 4ാമത്തെ വീഡിയോ ആണ്. ഇതിൽ ശരിക്കും നമ്മൾ എങ്ങനെയാണ് ധ്യാനം ചെയ്യുന്നേ എന്നുള്ളത് നോക്കാൻ പോവുക. അപ്പം ഈ വീഡിയോയുടെ പേര് ടൈറ്റിൽ വന്ന് സയൻസ് ഓഫ് മെഡിറ്റേഷൻ. സയൻസ് ഓഫ് മെഡിറ്റേഷൻ എന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ ഡൂസ് ആൻഡ് ഡോൺട്സ്, ചെയ്യാവുന്നതും ചെയ്യരുതാത്തതും നമ്മൾ കണ്ടു. പിന്നെ മെഡിറ്റേഷൻ ചെയ്യാനുള്ള തയ്യാറെടുപ്പ് കണ്ടു. പിന്നെ ഞാൻ ഇരുന്ന് ഒരു ഡെമോ കാണിച്ചു 3ാമത്തെ വീഡിയോയിൽ. ഇന്നത്തേത് 4ാമത്തെ വീഡിയോ ആണ്. ഇതിലാണ് ശരിക്കും ധ്യാനം എന്ന് വെച്ചാൽ എന്തുവാ, നമ്മൾ എന്തുവാ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഇതിലാണ് പഠിക്കുന്നത്. ഇത് പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു നിമിഷം പോലും വേസ്റ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഉടനെ കളത്തിലങ്ങ് ഇറങ്ങുക. അതാണ് നമുക്കിനി ചെയ്യേണ്ടത്. അപ്പോൾ ഈ വീഡിയോയും നല്ല ശ്രദ്ധിച്ച് കേൾക്കുക, അതിൻ്റെ പോയിൻറ്റ്സ് എല്ലാം എഴുതിയെടുക്കുക. അതിനെ വീണ്ടും 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 നമ്മൾ, അല്ലെങ്കിൽ കേട്ട് ഏത് നിങ്ങൾക്ക് സൗകര്യമോ അതിനേറ്റ പോലെ ഇട്ട് മനസ്സിൽ നല്ല പോലെ ഈ പോയിൻറ്റ്സ് എല്ലാം പതിഞ്ഞ് വെച്ചോണം. എന്നുവെച്ചാൽ എപ്പോൾ മെഡിറ്റേഷൻ്റെ ഇടയിൽ ബുക്ക് എടുത്ത് നോക്കാനൊക്കത്തില്ല, ഇല്ലെങ്കിൽ ഇല്ല, ഉണ്ടെങ്കിൽ ഉണ്ട്. അങ്ങനത്തെ രീതിയിലായിരിക്കണം നമുക്ക് മെഡിറ്റേഷനിൽ ഇരിക്കുന്നത്. ഓക്കെ, ശരി. ഇന്നത്തെ നമ്മൾ കാണാൻ പോകുന്ന മെഡിറ്റേഷൻ്റെ പേരെന്തുവാ? അതായത് 2500 വർഷത്തിന് മുമ്പേ നമ്മുടെ ഗൗതമ ബുദ്ധ പറഞ്ഞു തന്ന് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ധ്യാനമാണ് ആനാപാനസതി ധ്യാനം. ഇപ്പോൾ ഈ 2500 വർഷങ്ങളായിട്ടേ നമ്മൾ ഇത് തന്നെയാണ് എല്ലാ സ്ഥലത്തും നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമ്മളെന്ന് വെച്ചാൽ മനുഷ്യർ, ഓക്കെ, ഈ ലൈനിലുള്ളവരെല്ലാം ഇത് തന്നെയാണ് മെയിനായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇതിനു മുമ്പേയൊക്കെ ട്രാൻസിഡൻ്റൽ മെഡിറ്റേഷൻ എന്നൊക്കെ പറഞ്ഞ് ഒരു മെത്തഡ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം വിട്ടു. എന്താ വെച്ചാൽ കലിയുഗത്ത് എളുപ്പത്തിൽ സാധിക്കാനുള്ള സാഹചര്യങ്ങൾ കൂടുന്നുണ്ട്. എന്ന് വെച്ചാൽ കലിയുഗം എന്ന് പറയുന്നത് അത്രയ്ക്ക് ഒരു പ്രയാസം തരുന്ന ഒരു പീരീഡാണല്ലോ, ഘട്ടങ്ങളാണല്ലോ. അപ്പോൾ അതിൽ നമ്മൾ ഈ ത്രേതായുഗം, ദ്വാപരയുഗത്തിലൊക്കെ ആളുകൾ മണിക്കൂർ ഇരുന്ന് യാഗം ചെയ്ത് യജ്ഞം ചെയ്ത് കിട്ടുന്ന ഫലം നമുക്ക് നിമിഷങ്ങളിൽ കിട്ടും. അതാണ് ഈ കലിയുഗത്തിൻ്റെ ഒരു നല്ലത്. കലിയുഗത്തിൽ ഒരുപാട് ചീത്ത കാര്യങ്ങൾ നടക്കുന്നു. അതിനൊപ്പം അപ്പം നമ്മളെയൊക്കെ അതിനെയും മറികടന്നാണ് നമ്മൾ വന്ന് മുക്തി വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇതിൽ ശ്രമിക്കുന്നത്. അതുകൊണ്ട് പ്രപഞ്ചം തന്നെ നമ്മളെ കൈപ്പൊക്കി വിടാൻ റെഡിയായിരിക്കുക. ശകലം നമ്മൾ ശ്രമിച്ചാൽ മതി, നമ്മളെ അങ്ങ് മേളിലോട്ട് പൊക്കി കൊണ്ടുപോകും. ഓക്കെ, അപ്പം ഇപ്പം ഞാൻ പറഞ്ഞ പോലെ 2500 വർഷമായിട്ട് ബുദ്ധ ബോധിച്ചതിന് പിന്നെ ഈ ആനാപാനസതി മെഡിറ്റേഷനാണ് എല്ലാവരും ചെയ്യുന്നത്. ഈ ആനാപാനസതി എന്ന് പറയുന്നത് പാലി ലാംഗ്വേജിലാണ്. പാലി, PALI, പാലി ലാംഗ്വേജ്. എന്താണെന്ന് വെച്ചാൽ ഗൗതമ ബുദ്ധർ സംസാരിച്ച്, അതായത് നോർത്ത് ഇന്ത്യയിൽ അപ്പം വളരെ ഫേമസ് ആയിട്ടിരുന്ന ഒരു ലാംഗ്വേജാണ് പാലി ലാംഗ്വേജ്. അപ്പം ഗൗതമ ബുദ്ധ പാലി ലാംഗ്വേജിലാണ് സംസാരിച്ചത്, പാലി ലാംഗ്വേജിലാണ് ബോധിച്ചത് ആൾക്കാർക്ക്. എന്നുവെച്ചാൽ അവിടെ ഉള്ളവർക്കെല്ലാം അത് മനസ്സിലാകും. അതുകൊണ്ട് അത് തന്നെയാണ് അദ്ദേഹം ഒരുപാട് ഉപയോഗിച്ചത്. അപ്പോൾ ഈ പാലി ലാംഗ്വേജിലാണ് ഈ മെഡിറ്റേഷൻ്റെ പേര് ആനാപാനസതി. ഇപ്പം ആന എന്ന് വെച്ചാൽ എന്തുവാ? നമ്മളിപ്പോൾ ശ്വസിക്കുമ്പോഴേ കാറ്റകത്ത് പോകുന്നു, ഇൻ ബ്രീതിങ്. കാറ്റ് ഉള്ളിലോട്ട് പോകുന്നു, അത് ഇൻ ബ്രീതിങ്. അതിനാണ് പാലിയിൽ ആന. പാന, ഔട്ട് ബ്രീതിങ്. ശ്വാസം അകത്ത് കയറുന്നു, ഒരുപാട് കാര്യങ്ങളൊക്കെ ലങ്സിൽ നടക്കുന്നു. പിന്നെ കെട്ട വായു കൂടുതലുള്ള കാറ്റ് തന്നെത്താനെ വെളിയിൽ വരുന്നു. അപ്പം ഔട്ട് ബ്രീതിങ് ആണ് പാന. അപ്പം ആന അകത്ത് പോകുന്നു, പാന വെളിയിൽ വരുന്നു, കാറ്റ്. അപ്പം പിന്നെ സതി എന്തുവാ? ഈ സതി എന്ന് പറയുന്നതിൻ്റെ അർത്ഥമാണ് ഒബ്സേർവ്. എന്ന് വെച്ചാൽ മലയാളത്തിൽ നിരീക്ഷിക്കുക. ഓക്കെ, സോ
അപ്പം എന്തോ ഇതിനെയാണ് നമ്മൾ നിരീക്ഷിക്കേണ്ടിയേ? നമ്മൾ വെറുതെ ഇരുന്ന് അകത്ത് പോകുന്ന ശ്വാസത്തിനെയും വെളിയിൽ വരുന്ന ശ്വാസത്തിനെയും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. അതായത് നമ്മളുടെ ഗമനം മൊത്തം, നമ്മളുടെ കോൺസെൻട്രേഷൻ മൊത്തം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, അതായത് എതിൻ്റെ പുറത്ത് കേന്ദ്രീകരിക്കണം എന്ന് ചോദിച്ചാൽ നമ്മുടെ ശ്വാസത്തിൻ്റെ പുറത്ത് മാത്രമേ കേന്ദ്രീകരിക്കാവൂ. അപ്പം ബ്രഹ്മഋഷി പത്രിജി പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ശ്വാസമാണ് നിങ്ങളുടെ ഗുരു, അല്ലാതെ എന്നെ ഒന്നും നിങ്ങൾ ഗുരുവായിട്ട് വിചാരിക്കുകയേ വേണ്ട. നിങ്ങളാണ് മാസ്റ്റർ. നിങ്ങൾക്കൊരു ഗുരു എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ശ്വാസമാണ്. അത് ഒരു വിധത്തിൽ 100% കറക്റ്റാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഈ ശ്വാസം ഒന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ജനിച്ചപ്പം തൊട്ട് മരിക്കുന്നവരെ നമ്മളുടെ കൂടെ ഉള്ള ഒരു വസ്തു. പക്ഷേ ഇത് നമ്മളുടെ ദേഹം എത്രയ്ക്ക് മെച്ചപ്പെട്ട രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു മിറാക്കുലസ് മെഷീൻ എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. എനിവേ, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പിന്നെ സംസാരിക്കാം. പക്ഷേ ഇതിൽ ഈ മിറാക്കുലസ് മെഷീൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നമ്മളുടെ ജീവൻ തൊട്ടുകൊണ്ടിരിക്കുന്നത് ഈ ശ്വാസത്തിലാണ്. ഈ ശ്വാസവും ജീവനും ഒന്നാണ്. പ്രാണശക്തിയാണ് അകത്ത് പോകുന്നതും വെളി വരുന്നതും. അപ്പോൾ ഈ പ്രാണശക്തി പ്രാണനാണ്. അപ്പം നമ്മളുടെ ജീവൻ അല്ലെങ്കിൽ ജീവൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നതേ ഈ ശ്വാസമാണ്. പക്ഷേ ഈ ശ്വാസത്തിന് നമ്മൾ എത്ര ദൂരം ഗമനിച്ചിട്ടുണ്ട് ഇത്രയും വർഷത്തിൽ? നമുക്ക് എത്ര വയസ്സായി എന്ന് ആലോചിക്കുക. ഇത്രയും വർഷങ്ങളിൽ നമ്മൾ എത്ര മതിപ്പ് കൊടുത്തിട്ടുണ്ട്, മര്യാദ കൊടുത്തിട്ടുണ്ട്, നമ്മൾ എത്ര സ്നേഹിച്ചിട്ടുണ്ട് നമ്മുടെ ശ്വാസത്തിനെ. അതായിരിക്കും നമ്മൾ ലാസ്റ്റായിട്ട് നിരീക്ഷിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ. എന്നുവെച്ചാൽ നമുക്ക് പ്രയോറിറ്റീസൊക്കെ വേറെയാണല്ലോ, ഇല്ലയോ? അങ്ങനെയുള്ളപ്പം ശ്വാസം തന്നെ നടക്കുന്നു. പക്ഷേ എപ്പോഴായിരിക്കും ഈ ശ്വാസത്തിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാകുന്നേ? ഒരുത്തൻ മയങ്ങി കിടക്കുന്നു, അല്ലെങ്കിൽ താഴെ വീണ് കിടക്കുന്നു, അല്ലെങ്കിൽ മരിച്ചു കിടക്കുന്നു. മരിച്ചോ ജീവനുണ്ടോ എന്ന് നോക്കുന്ന ഒറ്റ മെത്തേഡാണ് എന്തുവാ? കൈ കൊണ്ടുപോയി മൂക്കിൻ്റെ അടിയിൽ വയ്ക്കുക. അപ്പം ജീവനുണ്ടെങ്കിൽ ശ്വാസമുണ്ട്, ജീവനില്ലെങ്കിൽ ശ്വാസമില്ല. അപ്പം അത്രയും. പിന്നെ ഈ മിറാക്കുലസ് മെഷീൻ എന്ന് പറയുന്നതിന് അതായത് സദ്ഗുരു ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ഷോസ് ദി അഡോസിറ്റി ഓഫ് ദ ക്രിയേറ്റർ. അപ്പോൾ അദ്ദേഹം ക്രിയേറ്റർ എന്ന് പറയുന്നത് ശിവനെയാണ്. അപ്പം ഒരുപാട് സ്ഥലത്ത് ക്രിയേറ്റർ എന്ന് പറയുന്നത് ശിവനെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇറ്റ് ഷോസ് ദ അഡോസിറ്റി ഓഫ് ദി ക്രിയേറ്റർ. അതായത് ഈ ശ്വാസം ഒരു മനുഷ്യൻ്റെ നിലനിൽപ്പേ ആ ശ്വാസത്തിനെ ചുറ്റിയാണ്, ആ ശ്വാസത്തിൻ്റെ മീതാണ്. ശ്വാസമില്ലെങ്കിൽ ജീവനില്ല. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അത്രയും മുഖ്യമായിട്ടുള്ള ഒരു ശ്വാസത്തിനെ അദ്ദേഹം എങ്ങനെ വെച്ചിരിക്കുന്നു? വളരെ കാഷ്വലായിട്ട്. നമ്മൾ എന്തെങ്കിലും ഒരു ദിവസം ഞാൻ ഇന്ന് ശ്വസിക്കാൻ പോവുകയാണ്, ഇന്ന് സൺഡേ, ഇന്ന് ലീവ്, ഇന്ന് ഓഫീസിൽ പോകണ്ട, സ്കൂളിൽ പോകണ്ട, ജോലിയൊന്നുമില്ല, ഞാൻ ഒരു മൂലയിലിരുന്ന് ഞാനായിട്ട് ശ്വസിക്കാൻ പോവുക, ശ്വാസം വിടാൻ പോവുക, എടുത്തെടുത്ത് വിടാൻ പോവുക. എന്തെങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ടോ അങ്ങനെ? അത് ചെയ്യേണ്ട ആവശ്യം വരാത്ത രീതിയിലാണ് നമ്മുടെ ക്രിയേറ്റർ നമ്മളുടെ അകത്തുള്ള എല്ലാ കാര്യങ്ങളിലെയും അങ്ങനെ വെച്ചിരിക്കുന്നത്. അതായത് ഒരു സെക്കൻഡ് ഇത് നിന്നാൽ പോയി. അതാണ് അഡോസിറ്റി എന്ന് പറയുന്നത്. അഡോസിറ്റി എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഒരു ഉറപ്പ്, നീ ചെയ്, അത് അങ്ങനെ, അതിന് മോളി ഒന്നുമില്ല എന്നുള്ള ഒരു ഉറപ്പ്. ഈ ഒരു ശ്വാസം ഒരു സെക്കൻഡ്, ഒരു മിനിറ്റ് ഇങ്ങനെ വായു മടച്ച് ശ്വാസവും പിടിച്ചു വരുന്നു നോക്കണം. തന്നെ കൈ തെറിച്ചു പോകും, തന്നെ വായ തുറന്നു പോകും. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ശ്വാസം. അതിനെ നമ്മൾ ഇതുവരെ മൈൻഡ് ചെയ്തില്ല. പക്ഷേ ഇനി നമ്മൾ ഈ ചാനൽ മുഖാന്തരം നമ്മളെല്ലാം ഒരു ഫാമിലിയായി, നമ്മൾ മുക്തിയെ തേടി ഫാസ്റ്റ് ട്രാക്കിൽ പോകുന്നുണ്ട്. അങ്ങനെ ഉള്ളപ്പം നമുക്ക് തീർച്ചയായിട്ടും ഇനി ഉള്ളൊരു കാലവും
മെഡിറ്റേഷൻ ചെയ്യണം. മെഡിറ്റേഷൻ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ശ്വാസത്തിനെ നിരീക്ഷിക്കണം. ജസ്റ്റ് ഒബ്സർവ്, ഓബ്സർവേഷൻ, ഒബ്സർവ് എന്ന് പറഞ്ഞാൽ നിരീക്ഷിക്കുക. ഓക്കെ, റൈറ്റ്. സോ ഇതാണ് ആനാപാനസതിയുടെ എക്സ്പ്ലനേഷൻ. ഇനി നമ്മൾ കാണാം, ഈ വീഡിയോയുടെ പേര് തന്നെ സയൻസ് ഓഫ് മെഡിറ്റേഷൻ. എല്ലാമേ ഇക്കാലത്ത് കൊച്ചു പിള്ളേർ കൂടെ സയൻറ്റിഫിക്കായിട്ട് പറഞ്ഞാൽ, സയൻറ്റിഫിക്കായിട്ട് പ്രൂഫ് ഉണ്ടോ, സയൻറ്റിഫിക്കായിട്ട് പ്രൂഫ് ഉണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കാം, അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കത്തില്ല എന്ന് പറയുന്ന കാലഘട്ടമാണ് ഇത്. അപ്പം ഏതൊന്നും അവർക്ക് ഫോട്ടോ എടുത്ത് കാണിക്കണം, റിസൾട്ട് കാണിക്കണം, ഡേറ്റ കാണിക്കണം, അപ്പോഴേ അവർ വിശ്വസിക്കത്തുള്ളൂ. അതാണ് സയൻസ്. അപ്പം ഈ സയൻസ് ഓഫ് മെഡിറ്റേഷന് നമ്മൾ അതേ വഴി കൂടെ പോയി പഠിക്കാം. അപ്പോൾ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ സയൻസ് ഓഫ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലായാൽ അങ്ങനെ ആവട്ടെ എന്നുള്ളതാണ് പത്രിജിയുടെയൊക്കെ നിലപാട്. അപ്പം പത്രിജിയുടെ ശിഷ്യനായ എൻ്റെ ഗുരുവായ പ്രദീപ് വിജയും ഇത് ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് സയൻസ് ഓഫ് മെഡിറ്റേഷനെ 3 ഘട്ടങ്ങളായിട്ടാണ് പിരിക്കുന്നത്. സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3. ഓക്കെ, അപ്പം ഫസ്റ്റ് എന്തുവാ? സ്റ്റേജ് 1. ഈ ഫസ്റ്റ് സ്റ്റേജിൻ്റെ പേര് അവരിട്ടിരിക്കുന്നത് സിറ്റിംഗ് ഫോർ മെഡിറ്റേഷൻ. ഈ സിറ്റിംഗ് ഫോർ മെഡിറ്റേഷൻ എന്ന് വെച്ചാൽ എന്തുവാ? ഈ ധ്യാനത്തിന് വേണ്ടി ഇരിക്കുന്നത്. ഫോർ മെഡിറ്റേഷൻ എന്ന് വെച്ചാൽ ധ്യാനത്തിന് വേണ്ടി. അപ്പോൾ ധ്യാനത്തിന് നമ്മൾ ഒരുങ്ങുമ്പം നമ്മൾ ധ്യാനത്തിന് വേണ്ടി ഒരു ഇരിപ്പ് ഇരിക്കണം. അതാണ് നമ്മൾ ഇത്രയും ദിവസവും ഡൂസ് ആൻഡ് ഡോൺസിലും പ്രിപ്പറേഷനിലും എൻ്റെ ഡെമോ വീഡിയോയിലും കാണിച്ചത്. എങ്ങനെയൊക്കെയാണ് ഇരിക്കേണ്ടത്? ആസനശുദ്ധി എന്ന് വെച്ചാൽ അനങ്ങാതെ സ്റ്റില്ലായിട്ട് ഇരിക്കാൻ പഠിക്കണം. അപ്പം ഈ പായിടുന്നത് കാര്യങ്ങളൊക്കെ നമുക്ക് നല്ലപോലെ അറിയാം. അപ്പം ചമണം കാലിട്ടിരിക്കുക, അല്ലെങ്കിൽ കസേരയിലിരിക്കുക, ക്രോസ് ലെഗ്ഡ് ആയിട്ടിരിക്കുക. കസേരയിലിരുന്നാൽ അതെല്ലാം ഒന്നുകൂടെ നമ്മൾ റിവൈസ് ചെയ്തോളുക. ഇൻ്റർലോക്ക് ദ ഫിംഗേഴ്സ്, ഈ ഫിംഗേഴ്സ് 5നെയും ഇങ്ങനെ ഇൻ്റർലോക്ക് ചെയ്യുക. മടിയിൽ വെറുതെ ഇങ്ങനെ വെച്ചേക്കുക. ഓക്കെ, മൂന്നാമത്തെ കാര്യം. ഫസ്റ്റ് ഇരിപ്പ്, ഇരിക്കുന്ന രീതി, സുഖാസനം, ആസനശുദ്ധി ഉള്ള പോലെ നട്ടെല്ലൊക്കെ കുറച്ച് നിവർത്തി വെച്ച് മസിൽ പിടിക്കാതെ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുക. ഇരിക്കുന്നത്, പിന്നെ കാല് മടക്കി വയ്ക്കുന്നത്, കാലല്ലെങ്കിൽ ക്രോസ് ആയിട്ട് വയ്ക്കുന്നത്, പിന്നെ കൈ ഫിംഗേഴ്സ് എല്ലാം കൂടെ ഇൻ്റർലോക്ക് ചെയ്യുന്നത്. അടുത്ത കാര്യം ക്ലോസിങ് യുവർ ഐസ്, കണ്ണടയ്ക്കുക. കണ്ണാടി ഇട്ടിട്ടുണ്ടെങ്കിൽ പതുക്കെ കണ്ണട മാറ്റി അടുത്തെങ്ങാനും വയ്ക്കുക. എന്താ വെച്ചാൽ മെഡിറ്റേഷന് കണ്ണടയുടെ ആവശ്യമില്ല. നമ്മൾ വായിക്കുമ്പോഴും കാണുമ്പോഴും ഒക്കെയാണ്. അപ്പോൾ മെഡിറ്റേഷനിൽ അതിൻ്റെ ആവശ്യമില്ല. പിന്നെ അഥവാ നമ്മളെങ്ങാനും ഉറങ്ങി താഴെ വീണാൽ വെറുതെ കണ്ണട കുത്തി കണ്ണ് പാഴാക്കരുത്. ഓക്കെ, അപ്പോൾ ആവശ്യമില്ലാത്ത ഒന്നിനെ നമ്മൾ ധരിക്കേണ്ട ആവശ്യമില്ല മെഡിറ്റേഷനിൽ. അപ്പം മെഡിറ്റേഷന് ഇത് ആവശ്യമില്ല. അതുകൊണ്ട് കണ്ണാടി മാറ്റി വയ്ക്കുക. അപ്പം ഇത്രയൊക്കെ ചെയ്യുക. പിന്നെ ഇരിക്കുന്നതിന് മുമ്പേ, ഇത്രയും ചെയ്യുന്നതിന് മുമ്പേ നല്ല 1-2 ഗ്ലാസ് വെള്ളം കുടിക്കുക. അടുത്ത് തന്നെ നല്ല ഒരു 1 ലിറ്റർ വാട്ടർ ബോട്ടിൽ റെഡിയാക്കി വെച്ചിക്കുക. ഒടുക്കവും നമ്മൾ ഒരു 1/2 ലിറ്ററെങ്കിലും കുടിക്കേണ്ടി വരും. അത് ഡീടോക്സിഫിക്കേഷനാണ്. അതെല്ലാം നമ്മൾ നേരത്തെ നോക്കി. ഇപ്പം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കമ്മിങ് ടു ദ പോയിൻറ്റ്. നമ്മൾ ഇരുന്നു, എല്ലാം റെഡിയായി. നമ്മൾ എങ്ങനെ നമ്മുടെ ശ്വാസത്തിനെ നിരീക്ഷിക്കുന്നത്? എങ്ങനെ നമ്മുടെ ശ്വാസത്തിനെ അബ്സേർവ് ചെയ്യും? ഹൗ ടു അബ്സേർവ് യുവർ ബ്രെത്ത്? 2 കാര്യം അത് എപ്പോഴും മനസ്സിലോർക്കണം. അബ്സേർവ് യുവർ നാച്ചുറൽ നോർമൽ ബ്രെത്ത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. അബ്സേർവ് യുവർ നാച്ചുറൽ. വാട്ട് യു മീൻ ബൈ നാച്ചുറൽ? നാച്ചുറൽ എന്ന് വെച്ചാൽ എന്തുവാ? അതായത് അത് സ്വയം നടക്കുന്നു. അപ്പോൾ ഇപ്പം ഞാൻ മെഡിറ്റേഷൻ ഇരിക്കുക, ഐ എം സിറ്റിംഗ് ഫോർ മെഡിറ്റേഷൻ, എനിക്ക് ഇൻ ബ്രീതിങ് അറിയണം, ഔട്ട് ബ്രീതിങ് അറിയണം, ഇതൊന്നും അറിയുന്നില്ല എനിക്ക്, അതുകൊണ്ട് അല്ല, ഇത് അൺനാച്ചുറൽ. ഇപ്പം ഞാൻ കാണിച്ചത് അൺനാച്ചുറൽ, നാച്ചുറലിന് വിരുദ്ധമായിട്ടുള്ളത്.
അപ്പം നാച്ചുറലായിട്ടുള്ള ഒരു ശ്വാസം എന്ന് വെച്ചാൽ എന്തുവാ, നമുക്ക് ഇത്രയും നാൾ അതിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞില്ലല്ലോ, അതിനെക്കുറിച്ച് ഒരു ഡിസ്റ്റർബൻസും നമ്മൾ അനുഭവപ്പെട്ടില്ലല്ലോ. പിന്നെ ഇപ്പം എന്തുവാ, ഒരു ഡിസ്റ്റർബൻസും ഇല്ല. നമ്മുടെ ഗുരുവാണ് നമ്മുടെ ശ്വാസം. അപ്പം കണ്ണടച്ച് കയ്യും പൂട്ടി ഇരിക്കുമ്പം വെറുതെ നമ്മൾ നാച്ചുറലായിട്ട് ശ്വാസം ഉള്ളിൽ പോന്നു വെളി വരുന്നു, ഉള്ളിൽ പോന്നു വെളി വരുന്നു. അതാണ് നാച്ചുറൽ. നോർമൽ എന്ന് വെച്ചാൽ അത് കൂട്ടാനും പാടില്ല, കുറയ്ക്കാനും പാടില്ല. അതൊക്കെ വേറെ എക്സസൈസ്, അതൊക്കെ ബ്രീതിങ് പാറ്റേൺ ആണ്. ഇവിടെ നമ്മൾ ഒരു എക്സസൈസും ചെയ്യുന്നില്ല. ഓക്കെ, നമ്മൾ വെറുതെ ഇരുന്ന് നോർമലായിട്ടുള്ള സ്വയമായിട്ട് നടക്കുന്ന നാച്ചുറലായിട്ടുള്ള ശ്വാസത്തിനെ നിരീക്ഷിക്കുക. നമ്മൾ ഒരു വകയും ചെയ്യണ്ട, ജസ്റ്റ് കണ്ണടച്ച്. ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഓക്കെ 15 നിമിഷമാണെങ്കിൽ 15 നിമിഷം, 30 മിനിറ്റ്സ് ആണെങ്കിൽ 30, 45 മിനിറ്റ്സ് ആണെങ്കിൽ 1 അവർ ആണെങ്കിൽ 1 അവർ, വാട്ട് എവർ ഈസ് ദ ടൈം. ഞാൻ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നേരത്തെ. അപ്പോൾ തിരിച്ചും അത് പറഞ്ഞ് സമയം കളയേണ്ട കാര്യമില്ല. ഇപ്പം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ടത് ആനാപാന സതി എങ്ങനെയാ ചെയ്യേണ്ടിയേ എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമ്മൾ നാച്ചുറലായിട്ട് നോർമലായിട്ട് തന്നെത്താനെ നടക്കുന്ന ശ്വാസത്തിനെ മിണ്ടാതെ റിലാക്സ്ഡ് ആയിട്ടിരുന്ന് നോക്കുക. അത്രയേ ഉള്ളൂ. ഇതിൽ നമ്മൾ പ്രാർത്ഥനയൊന്നും ചെയ്യരുത്, പ്രാർത്ഥന ചെയ്യാൻ പാടില്ല, മന്ത്രങ്ങളൊന്നും ചൊല്ലാൻ പാടില്ല. നമുക്ക് പ്രാർത്ഥന വേണമെങ്കിൽ ആദ്യം ഒരു സങ്കല്പം ചെയ്യാം, അത് നമുക്ക് വേണ്ടി. അതായത് ഇരുന്ന ഉടനെ ഞാൻ ഒരു 15 നിമിഷം ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ കണ്ണടച്ച് എൻ്റെ ശ്വാസത്തിനെ, എൻ്റെ നോർമൽ നാച്ചുറൽ ശ്വാസത്തിനെ നിരീക്ഷിക്കാൻ പോവുകയാണ്. ഞാനും എൻ്റെ ശ്വാസവും കൂടെ മാത്രമാണ് ഒന്നിച്ചിരിക്കാൻ പോകുന്നത്. അതിൻ്റെ ഇടയിൽ വേറെ ഒന്നിനും സ്ഥലമില്ല, സ്ഥാനമില്ല എന്നൊക്കെ നമ്മൾ സങ്കല്പിക്കാം. പക്ഷേ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല, ആരെടുത്തും നമ്മൾ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല, ഒരു മന്ത്രവും ഇടയിൽ ചൊല്ലേണ്ട കാര്യമില്ല. എന്നുവെച്ചാൽ ഏറ്റവും സിമ്പിളായിട്ടുള്ളതാണ് ഈ ആനാപാനസതി മെഡിറ്റേഷൻ. ഇതിൽ 5 പൈസയുടെ ചിലവില്ല, വേറെ ഒരാളെ നമ്മൾ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. നമ്മളായി, നമ്മളുടെ ശ്വാസമായി, ഒരു പൈസയുടെയും ചിലവില്ല. ഓക്കെ, നമ്മളായിട്ടിരുന്ന് കൊടുക്കുക. അതാണ് സിറ്റിംഗ് ഫോർ മെഡിറ്റേഷൻ. പിന്നെ ഈ ചിലരൊക്കെ ഈ വിഷ്വലൈസേഷൻ എന്നൊക്കെ പറയും. അതായത് കണ്ണടച്ച് ഇങ്ങനെ ഇമാജിൻ ചെയ്ത് നോക്കണം, അത് വരുന്ന പോലെ, കാശ് പൊഴിയുന്ന പോലെ, കനകാഭിഷേകം ചെയ്യുന്ന പോലെ. അതായത് ഒരു വിഷ്വലൈസേഷൻ ടെക്നിക്കും ഇവിടെ ആവശ്യമില്ല. ഇതൊക്കെയാണ് സ്ട്രിക്റ്റായിട്ട് നമ്മൾ ആനാപാനസതി മെഡിറ്റേഷനിൽ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ. ഓക്കെ, ശരി. ഓക്കെ, ഇതൊക്കെ ചെയ്യുന്നു ഞങ്ങൾ ഇങ്ങനെ ശ്വാസം തന്നെത്താൻ. പിന്നെ ഇനി ഒരു കാര്യം എനിക്കിവിടെ പറയാനുണ്ട്. ഈ ശ്വാസം ഉള്ളിൽ പോന്ന് വെളി വരുന്നല്ലോ, അത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്തൊക്കെയാണ് നടക്കുന്നതെന്ന്. പക്ഷേ അത് എങ്ങനെ നമുക്ക് അറിയും എന്ന് വെച്ചാൽ ഇപ്പോഴല്ലേ നമ്മൾ പുതിയതായിട്ട് അതിനെ നിരീക്ഷിക്കാൻ തുടങ്ങിയേ. ഇത്രയും നാൾ അതിനെ ഡോൺ കെയർ മാസ്റ്ററായിട്ട് വിട്ടിരുന്നു. അപ്പോൾ ഇപ്പോൾ അതിനെ ശ്രദ്ധിക്കുമ്പം എപ്പോഴാണ് കാറ്റകത്ത് പോകുന്നത്, എപ്പോഴാണ് വെളി വരുന്നത്, ഇങ്ങനെ നമ്മൾ കൈവച്ച് നോക്കിയാൽ ശ്വാസം ഏതെങ്കിലും ഒരു ദ്വാരത്തിൽ കൂടെ പോയിട്ട് വരത്തുള്ളൂ. 2 ദ്വാരത്തിലും എപ്പോഴും പോകത്തില്ല. കുറച്ച് നേരം, അത് ചിലർ പറയും 40 മിനിറ്റ് എന്ന്, ചിലർ 1.5 മണിക്കൂർ എന്ന് പറയും, ചിലർ 2 മണിക്കൂർ എന്ന് പറയും. എന്തെങ്കിലും ആവട്ടെ, പക്ഷേ നമുക്ക് വേണ്ടിയത് ശ്വാസം സ്ട്രോങ് ആയിട്ടുള്ള ശ്വാസം ഏതെങ്കിലും ഒരു ദ്വാരത്തിൽ കൂടെ പോയിട്ട് വരത്തുള്ളൂ. മറ്റേതിൽ കാണും ശ്വാസം, പക്ഷേ അത് വളരെ മൈൽഡാണ്. അപ്പം വലത് നാസിയിൽ കൂടെ ഓടുന്നോ ഇടത് നാസിയിൽ കൂടെ ഓടുന്നോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ വേറെ ടോപ്പിക്കാണ്, ഇപ്പം നമുക്ക് അതിൽ പോകണ്ട. അപ്പം നമ്മളിവിടെ ചെയ്യേണ്ടത്, നമ്മൾ വെറുതെ ഒരു കാര്യമുണ്ട്, നമുക്ക് ഇപ്പോൾ ഈ 1/4 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ നമ്മൾ മെഡിറ്റേഷനിൽ ഇരിക്കുന്നില്ലയോ, ഒരു റിലാക്സേഷൻ ഉണ്ട് മനസ്സിൽ. എന്താണോ, ഈ അരമണിക്കൂർ നമ്മൾ ഫ്രീ ആണ്. ഒരു കാര്യവും നമ്മൾ ചെയ്യണ്ട, ഒരു കാര്യവും ചിന്തിക്കണ്ട, നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. ഒറ്റ കാര്യമേ ചെയ്യാനുള്ളൂ. എന്തുവാ, നമ്മളുടെ ശ്വാസത്തിനെ നിരീക്ഷിക്കുക. അപ്പം ഈ ഇൻ ബ്രീതിങ് ഔട്ട് ബ്രീതിങ് എങ്ങനെ നമുക്ക് മനസ്സിലാക്കും എന്ന് വെച്ചാൽ,
ആഞ്ഞാഞ്ഞ് ചെയ്യണ്ടെന്ന് പറയുന്നു, നാച്ചുറലായിട്ട് വേണമെന്ന് പറയുന്നു. അപ്പം എങ്ങനെ അതിനെ കണ്ടുപിടിക്കും ആദ്യം? ഇപ്പം ഈ ഈ ഈ ഈ മൂക്കിൽ കൂടാണോ ഈ മൂക്കിൽ കൂടാണോ അതൊന്നും നമുക്കറിയേണ്ട കാര്യമില്ല. ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാം. അതായത് ശ്വാസം അകത്ത് പോകുമ്പം നമ്മളുടെ വയറ് തന്നെത്താനെ ലേശം വെളിയിൽ വരും. ശ്വാസം വെളിയിൽ പോകുമ്പം തന്നെത്താനെ പഴയ സ്റ്റേജിന് വയറങ്ങോട്ട് പോകും. അത് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ്. അത് വേണമെങ്കിൽ ശ്രദ്ധിക്കാം. അല്ലാതെ ഇവിടെങ്ങും ഒന്നും ഇപ്പം ശ്രദ്ധിക്കേണ്ട. ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും കാലഘട്ടങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വിപസന മെഡിറ്റേഷൻ ചെയ്യുമ്പോഴാണ് നമ്മൾ അതൊക്കെ ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പം അതൊന്നും ആവശ്യമില്ല. അപ്പം ഇതിൽ കൂടെ പോന്നോ, എത്ര നീളം, എത്ര സമയം, ഇതൊന്നുമേ നമ്മൾ അറിയേണ്ട കാര്യമില്ല. ഒന്ന് ഇപ്പോൾ നമ്മൾ ഇൻ്റർലോക്ക് ചെയ്ത് ഇങ്ങനെ മടിയിൽ വെച്ചുകൊണ്ട് മിണ്ടാതിരിക്കുന്നു, അത് തന്നെ ഒരു സുഖമാണ്. എന്നുവെച്ചാൽ ഈ പര എന്ന് കിടന്ന് ഓടുന്ന ജീവിതത്തിലെ ഒരു അരമണിക്കൂർ നമുക്കെന്ന് ചെലവിടാൻ തീർമാനിച്ച് നമ്മൾ മിണ്ടാതിരുന്ന് നമ്മളായി, നമ്മളുടെ ശ്വാസമായി, ഞാനായി, എൻ്റെ ജീവനായി, ഞാനായി, എൻ്റെ ആത്മാവായി, അങ്ങനെ ഒരു അരമണിക്കൂർ ലയിച്ചിരുന്ന അതിനേക്കാട്ടിലും സുഖം വേറെ ഒന്നുമേയില്ല. ഓക്കെ, അപ്പം ഒരേ ഒരു കാര്യം, ഇങ്ങനെ കണ്ണടച്ചിരിക്കുമ്പോൾ ശ്രദ്ധിച്ച് നോക്കിയാൽ വയറുഭാഗം മുന്നോട്ട് പോകുന്നതും പിന്നോട്ട് വരുന്നതും, മുന്നോട്ട് പോകുന്നതും പിന്നോട്ട് വരുന്നതും, അതിനെ ശ്രദ്ധിക്കുന്നത് ഈ ശ്വാസത്തിനെ ശ്രദ്ധിക്കുന്നതിന് തുല്യമാണ്. ഓക്കെ, അതും ഒരു ഇമ്പോർട്ടൻ്റ് ഘടകമാണ്. അത് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ദാ വരുന്നു മങ്കി മൈൻഡ്, ചാടിപ്പടച്ചോണ്ട് വരുന്നു. മങ്കി മൈൻഡ് ആലോചിക്കുക, ഏടാ ഞാൻ ഇത്രയും കാലം തലയ്ക്കകത്ത് കിടന്ന് ഓടിപ്പടച്ച് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരുന്നു, ഫ്രീ ആയിട്ടിരുന്നു. ഇപ്പം എന്നെ അടക്കാൻ ഒരാളാ. ഇല്ലപ്പാ, ഞാൻ നിന്നെ അടക്കുന്നൊന്നുമില്ല. നീ കുറച്ച് നേരം മിണ്ടാതിരി. ഒരു 15 മിനിറ്റേ ഞാൻ മെഡിറ്റേഷൻ ചെയ്യാൻ പോകുന്നുള്ളൂ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതിനെ എതിർക്കരുത്, അതിനെ അടക്കാൻ നോക്കരുത്, അതിനെ താജ ചെയ്യണമെന്ന് വെച്ചാൽ നല്ല വാക്ക് പറഞ്ഞ് അതിനെ മയക്കി നമ്മളുടെ വഴിയിൽ കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ മനസ്സിനെക്കുറിച്ച് 5 വീഡിയോ ഒക്കെ കണ്ടിട്ടേ ഇന്ന് നമുക്ക് നമ്മളുടെ മനസ്സിനെ കൈകാര്യം ചെയ്യാൻ അറിഞ്ഞുകൂടെങ്കിൽ പിന്നെ പ്രയോജനമില്ല. അപ്പം മക്കളെ, ഒരു അരമണിക്കൂർ എനിക്ക് സമയം താ, ശകലം മിണ്ടാതിരി, നീയും റെസ്റ്റ് എടു, ഞാനും റെസ്റ്റ് എടുക്കാം, പിന്നെ നമുക്ക് നീ പറയുന്ന പോലെ എല്ലാം ഞാൻ കേൾക്കാം. ഓക്കെ, ഈ അരമണിക്കൂർ മാത്രം എന്നെ കുറച്ച് വിട്ടുപോയി എന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തുക. ഓക്കെ, സമാധാനപ്പെടുത്തിയ ഉടനെ മൈൻഡ് അങ്ങ് സമാധാനമാകുമോ? അപ്പം നമുക്ക് ഒരു വിചാരവും വരാതിരിക്കുമോ? ഇപ്പോഴാണ് കൂടുതൽ വിചാരം. എപ്പം മെഡിറ്റേഷനിൽ ഇരുന്നാലും അപ്പോഴായിരിക്കും കൂടുതൽ വിചാരങ്ങൾ വരുന്നത്. ഗ്യാസ് അണച്ചോ, പാല് തിളച്ചോ, കുക്കർ അണച്ചോ, കുക്കറിൽ വിസിൽ വന്നോ, ടാപ്പ് തുറന്നു വിട്ടത് മൂടിയോ അടച്ചോ, ഇതൊക്കെയായിരിക്കും നമ്മളുടെ തലയിൽ കിടന്ന് കൂടുതലായിട്ട് ചിന്തകൾ വരുന്നത്. അപ്പം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പം നമ്മൾ മിണ്ടാതെ ഇങ്ങനെ കൈയും കൊടുത്ത് മടിയിലും വെച്ചുകൊണ്ട് നല്ല ഹായായിട്ട് ഇങ്ങനെ ഇരുന്ന് റെസ്പിറേഷൻ, ബ്രീതിങ്ങിനെ മാത്രം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. അപ്പം തോട്ട്സ് വരാതെയാ പോകും, ചിന്തകൾ വരാതെ പോകും, വരും. നമ്മൾ മരിക്കുന്നവരെ നമുക്ക് ചിന്തകൾ വന്നുകൊണ്ട് തന്നെ ഇരിക്കും. ചിന്തകൾ വരുന്നത് നോർമലാണ്. ചിന്തകൾ വന്നില്ലെങ്കിൽ അത് വേറെ, അതിൻ്റെ അർത്ഥം വേറെയാണ്, അബ്നോർമലാണ്. അതുകൊണ്ട് ചിന്തകൾ വേണം. പക്ഷേ ചിന്തകൾ വരും, ഒന്ന് മാറി വന്നുകൊണ്ടിരിക്കും. ഇത്രയും വർഷങ്ങളായിട്ട് ഈ മങ്കി മൈൻഡ് ഇത്രയും ആടിയില്ലയോ? അപ്പം ഇന്ന് നമ്മൾ ഒരു സുപ്രഭാതത്തിൽ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങുന്നു എന്ന് വിചാരിച്ച് ഉടനെ മങ്കി മൈൻഡൊന്നും അടങ്ങേണ്ട കാര്യമില്ല. പക്ഷേ ആ വിചാരം വരുമ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, അടുത്ത വിചാരം വരുന്നു, അടുത്തത് പാൽ കണക്ക് നോക്കണം, അല്ലെങ്കിൽ അടുത്തത് ഗ്യാസിന് ബുക്ക് ചെയ്യണം, അങ്ങനെ പല കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പം ഓരോ പ്രാവശ്യവും ഒരു തോട്ട് വരുമ്പം കട്ട് നമ്മൾ മനസ്സിൽ പറയുക, ഇത് ഗ്യാസിന് ബുക്ക് ചെയ്യണം, ഓക്കെ ചെയ്യാം, കട്ട്, ഇപ്പം അത് വേണ്ട, കട്ട് പറഞ്ഞിട്ട് തിരിച്ച് നമ്മൾ ശ്വാസത്തിലെ നിരീക്ഷിക്കാൻ നോക്കണം.
ഒരു 2 സെക്കൻഡ്സ് നമ്മൾ നോക്കും, അതിനിടയ്ക്ക് അടുത്ത തോട്ട് വരും. അത് തോട്ട് വന്നുകൊണ്ടേയിരിക്കും, വന്നുകൊണ്ട് പോട്ടെ, നമുക്ക് അതിനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ ആദ്യമൊക്കെ വളരെ കോൺഷ്യസ് ആയിട്ട്, വളരെ ബുദ്ധിപൂർവം ഈ തോട്ട് വരുമ്പോഴെല്ലാം കട്ട് 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 എന്ന് പറഞ്ഞിട്ട് ശ്വാസത്തിനെ നിരീക്ഷിക്കാൻ നോക്കും. ശ്വാസത്തിനോട്ട് പോവുക ചിന്ത. അപ്പോഴത്തേക്ക് വേറെ പലത് വരും. അത് വരുന്നതിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഇങ്ങനെ ഒരു അടുത്ത വിചാരം കണ്ടോ, ആദ്യം ഗ്യാസിനെ കുറിച്ചായിരുന്നു, പിന്നെ കീ ചെയിനിനെ കുറിച്ചായിരുന്നു, ഇപ്പം ലീവ് ലെറ്ററിനെ കുറിച്ച്. സംബന്ധം ഉണ്ടോ സംബന്ധം ഇല്ലയോ, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മങ്കി മൈൻഡ് എടുത്ത് എറിഞ്ഞുകൊണ്ടിരിക്കും. അപ്പം അത് വരുന്നതിനെ നമ്മൾ അറിഞ്ഞുകൊണ്ട് കട്ട്, ഞാൻ എൻ്റെ ശ്വാസത്തിനോട് ഇരിക്കുക, എനിക്ക് വേറെ ഒന്നുമില്ല. എന്താണോ ഈ ശ്വാസത്തിനെ നിരീക്ഷിക്കണമെന്ന് പറയുന്നത്, അതിൽ ഏറ്റവും വലിയ ഒരു സീക്രട്ടുണ്ട്. അതാണ് ഈ ശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിനോട് കണക്റ്റഡാണ്. വേറെ ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇപ്പം നമ്മൾ ദേഷ്യപ്പെടുന്നു, എത്ര ഫാസ്റ്റായിട്ടാണ് നമ്മൾ ശ്വസിക്കുന്നത്. അല്ലെങ്കിൽ കുറേ ഓടുന്നു, നമുക്ക് ട്രെയിൻ പിടിക്കണം അല്ലെങ്കിൽ ബസ് പിടിക്കണം, ഒരു 1/4 കിലോമീറ്റർ ഓടേണ്ടി വന്നു. അപ്പം എത്ര ഫാസ്റ്റായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പം നമ്മളുടെ ചിന്ത, നമ്മളുടെ ബ്രീതിങ് റേറ്റ്, നമ്മളുടെ പ്രാണശക്തി, എത്ര ശക്തി അപ്പം വേസ്റ്റ് ആവുന്നു, ഇതെല്ലാം കണക്റ്റഡാണ്. അപ്പം ഒരു വാക്കിൽ രത്നച്ചുരുക്കത്തിൽ പറയാൻ പോയാൽ നമ്മളുടെ ശ്വാസം ഡയറക്റ്റ്ലി കണക്റ്റഡ് ടു ദ ആത്മാ. നമ്മുടെ ആത്മാവിനോട് കണക്ഷനാണ് ഈ ശ്വാസം. അപ്പം ഡയറക്റ്റാണ് നമുക്ക് ആത്മാവിനെ കണ്ടുപിടിച്ച് അതിനെ ഇത് ചെയ്യാനൊക്കത്തില്ല, കണ്ടുപിടിക്കാനേ ഒക്കത്തില്ല. അപ്പം ഏത് വഴി കൂടെ ഒക്കുമോ അത് വഴിയിൽ. ഓക്കെ, അത് ഒരു ചൊല്ലുണ്ട്, ആടുന്ന മാട്ടിനെ ആടിക്കറക്കണം, പാടുന്ന മാട്ടിനെ പാടിക്കറക്കണം. അതുപോലെ ഏതാണ് ആത്മാവിനോട് ക്ലോസോ അതിനെ പിടിച്ചാൽ മതി, നമ്മൾ ആത്മാവിനോട് ക്ലോസ് ആകും. ഓക്കെ, അതാണ് അതിൻ്റെ ടെക്നിക്ക്. അപ്പം മെഡിറ്റേഷനിൽ ഇരിക്കുന്നു, അതുകൊണ്ട് ഒരു ചിന്തയും വരരുത്, അല്ലെങ്കിൽ വരുന്നില്ല, അല്ലെങ്കിൽ വരത്തില്ല, ഒരു ഗ്യാരണ്ടിയും ആർക്കും കൊടുക്കാൻ പറ്റത്തില്ല. ചിന്ത വന്നുകൊണ്ടിരിക്കും. ഒൺലി തിങ് ഈസ് നമ്മൾ ചെയ്യേണ്ടത് ആദ്യമൊക്കെ ഈ മനസ്സിനെയും ബുദ്ധിയെയും ഉപയോഗിച്ച് ഈ ചിന്ത വരുന്നു എന്നുള്ളതിനെ ഐഡൻറ്റിഫൈ ചെയ്ത് കട്ട്, തിരിച്ചും ശ്വാസം, പിന്നെയും ഒരു ചിന്ത വരും, കട്ട് ശ്വാസം, കട്ട് ശ്വാസം, ഇങ്ങനെ കുറേ നേരം മാറി മാറി ചെയ്യണം. ഓക്കെ, ഇപ്പം അങ്ങനെ ഒരു അരമണിക്കൂർ നമ്മൾ ഇരുന്നു എന്ന് വെച്ചോണം മെഡിറ്റേഷനിൽ. ഒരു ശ്വാസത്തിനെ ഒബ്സർവ് ചെയ്യുന്നത് തന്നെ ഒരു 5 മിനിറ്റ്സ് ആയിരിക്കും, മൊത്തം ടോട്ടലായിട്ട് സമയം എടുത്താൽ. അത് തന്നെ വലിയ കാര്യം. ആദ്യമൊന്നും അതിന് മുകളിൽ ഒന്നും പറ്റത്തില്ല. ഒൺലി തിങ് ഈസ് ഈ തോട്ട്സ് വരുമ്പോൾ അതിൻ്റെ പുറയിൽ ഓടിപ്പോരുത്. അതിൻ്റെ പുറയിൽ പോയാൽ ഇവിടെ എല്ലാം അതളപാതാളത്തിലാകും. നമ്മളുടെ മെഡിറ്റേഷൻ്റെ എല്ലാ പ്രിപ്പറേഷനും വേസ്റ്റായിപ്പോവും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ആദ്യത്തെ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഫസ്റ്റ് സ്റ്റേജ് സിറ്റിംഗ് ഫോർ മെഡിറ്റേഷൻ. രണ്ടാമത്തെ സ്റ്റേജ് സിറ്റിംഗ് ഇൻ മെഡിറ്റേഷൻ. സിറ്റിംഗ് ഇൻ മെഡിറ്റേഷൻ എന്ന് വെച്ചാൽ ആദ്യത്തെ സ്റ്റേജിനെക്കാട്ടിലും ഇത് രണ്ടാമത്തെ സ്റ്റേജ് കുറച്ചും കൂടെ ബെറ്ററാണ്. ബെറ്റർ എന്ന് വെച്ചാൽ ഏത് രീതിയിലാണ് ബെറ്റർ? നമ്മളെ ഈ ശ്വാസത്തിനെ ഇങ്ങനെ നോക്കി 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 ഇരിക്കുമ്പോഴേ നമുക്കേ മനസ്സിലാകും ഈ ശ്വാസം വളരെ ചെറുതാകും, വളരെ ഷോർട്ടായിരിക്കും, വളരെ ശ്വാസം ഇങ്ങനെ കുറഞ്ഞ് 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 വരും. അതൊരു അരമണിക്കൂറൊക്കെ ഇരുന്നാൽ നമുക്കേ മനസ്സിലാകും. ദിവസവും ഒരേ സ്ഥലത്ത് ഒരേ സമയത്ത് അല്ലെങ്കിൽ ഏകദേശം ആ സമയത്ത് നമ്മൾ ഇരുന്ന് ഇങ്ങനെ ശ്വാസത്തിനെ നോക്കിക്കൊണ്ട് ഒബ്സർവ് ചെയ്തുകൊണ്ടിരുന്നാലേ സമയം പോകെ 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 അത് വളരെ ഷോർട്ടാകും. കുറേ നേരം ഇരിക്കുമ്പം നമ്മൾ ശ്വസിക്കുന്നോ ഇല്ലയോ എന്നേ നമുക്കൊരു സംശയം വരും. ശ്വാസം ഉണ്ടോ ഇല്ലയോ, അത്രയ്ക്ക് അതങ്ങ് അടങ്ങും. ശ്വാസം അങ്ങ് അടങ്ങും. മങ്കി മൈൻഡ് അടങ്ങിയോ ഇല്ലയോ, ശ്വാസം അങ്ങനെ അടങ്ങും. ഈ സ്റ്റേജിലാണ് ഈ നോ തോട്ട് സ്റ്റേജ് എന്നൊക്കെ പറയുന്നത്. പക്ഷേ എടുപ്പിൽ ആർക്കും നോ തോട്ട് സ്റ്റേജ് ഒന്നും വരത്തില്ല. എന്നാലും ഈ ശ്വാസത്തിൻ്റെ ലെങ്ത് കുറയുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസി കുറയുന്നു, അല്ലെങ്കിൽ അത് കുറച്ചുകൂടെ കുറുകി കൊച്ചായിട്ട് വരുന്നു എന്നൊക്കെ അറിയുന്നതേ വലിയ ഒരു പ്രോഗ്രസ്സാണ്. അതായത് മെഡിറ്റേഷനിൽ നമ്മൾ കറക്റ്റായിട്ടാണ് ചെയ്യുന്നത്, അതിൽ മുന്നേറിക്കൊണ്ടിരിക്കുവാണ് എന്നുള്ളതിന് നല്ല ഒരു അടയാളമാണ്. സോ സിറ്റിംഗ് ഇൻ മെഡിറ്റേഷൻ.
അപ്പോൾ കുറേ നേരം ഇരിക്കുമ്പം ശ്വാസം തന്നെത്താനെ ചെറുതാകും. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് എന്തുവാ? എക്സ്പീരിയൻസിങ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കണം. ഇത് നാൾ വരെ നമ്മളും അതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്നു, ഞാൻ അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്തു, അല്ലെങ്കിൽ 3/4 മണിക്കൂർ മെഡിറ്റേഷൻ ചെയ്തു. ഈ ചെയ്തു എന്നുള്ള വാക്ക് നമ്മൾ ഇനിയും പറയരുത്. അപ്പം നേരത്തെ ചില കാര്യങ്ങളെല്ലാം നമ്മൾ മാറ്റി വെച്ചുകൊണ്ട് വരുവാണ്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ മെഡിറ്റേഷൻ ചെയ്തു അല്ലെങ്കിൽ ചെയ്യുന്നു എന്ന് നമ്മൾ പറയാൻ പാടില്ല. എന്താന്ന് വെച്ചാൽ ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്നതോ ഈ ശ്വാസത്തിനെ നിരീക്ഷിക്കുന്നതോ ഒന്നുമല്ല. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് അത് തന്നെത്താനെ നമ്മളുടെ ഉള്ളിൽ സംഭവിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ അത് കറുത്തതോ വെളുത്തതോ അത് എങ്ങനെ ഇരിക്കും എന്ന് നമുക്ക് ആർക്കും പറയാനൊക്കത്തില്ല. ഓരോരുത്തർക്കും ഓരോ വിധമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. പക്ഷേ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, എന്നുവെച്ചാൽ എൻ്റെ ലെവലിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തതാണ്. നമ്മളിങ്ങനെ ഇരുന്ന് ചെയ്യുമ്പോഴേ നമ്മൾ അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞ് അലാറം വെച്ചെന്ന് വെച്ചോണം. അലാറം അടിച്ചാൽ പോലും നമുക്ക് അലാറം അടിച്ചോ 10 നിമിഷമേ ആയുള്ളൂ കണ്ണടച്ച് എന്ന് തോന്നും. അപ്പം നമ്മൾ മെഡിറ്റേഷനിൽ നല്ല രീതിയിൽ മെഡിറ്റേഷൻ നടക്കുവാണെങ്കിൽ നമുക്ക് 1 മണിക്കൂർ 5 മിനിറ്റായിട്ട് തോന്നും. അതേ സമയത്ത് നമ്മൾ മെഡിറ്റേഷനിൽ നല്ല രീതിയിൽ ഇരിക്കാൻ പറ്റിയില്ലെങ്കിൽ 5 നിമിഷം അരമണിക്കൂർ പോലെ തോന്നും. കണ്ണൊക്കെ പടപടേന്ന് പിടയ്ക്കും. എങ്ങനെയെങ്കിലും എണ്ണിച്ചാൽ മതി ഇവിടുന്ന്. ഇതൊന്നും നമുക്ക് ശരിയാവത്തില്ല. സോ 2 വ്യത്യാസമായിട്ടുള്ള ഫീലിങ്സാണ്. അപ്പോൾ ശരിക്കും മെഡിറ്റേഷൻ എന്നുള്ള ഒരു കാമിങ് ഓഫ് ദ മൈൻഡ് നടന്നാൽ നമുക്ക് കണ്ണേ തുറക്കാൻ തോന്നത്തില്ല. എൻ്റെ യോഗീസ് രാജ സാർ പറയും, ധ്യാനം ചെയ്യുന്നത് ഒരു ബോധയാണ്. ഇവരെന്തിനാ സിഗരറ്റ് കുടിക്കാനും കള്ള് കുടിക്കാനും ഒക്കെ പോകുന്നേ? അതൊന്നും അല്ല, ഈ മെഡിറ്റേഷനാണ് ഏറ്റവും വലിയ ഒരു ബോധ എന്ന് പറയും. ആദ്യമൊക്കെ എനിക്ക് മനസ്സിലായില്ല, അയ്യോ ഇതെന്തുവാ സാർ ബോധ എന്ന് പറയുന്നത്. അത് ഇപ്പോൾ എനിക്കത് മനസ്സിലാവുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് അതിൽ നിന്ന് വെളി വരാൻ ഇഷ്ടമില്ല. അതാണ് സിമ്പിൾ. നമ്മൾ ഒന്നിനെ എൻജോയ് ചെയ്യുക. അപ്പം വെറുതെ ഇങ്ങനെ കണ്ണടച്ച് കൈയും ഇങ്ങനെ ഫിംഗർ ഇൻ്റർലോക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് നമ്മൾ വേറെ ഒരു ലോകത്തിലായിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിനെയാണ് അദ്ദേഹം ബോധ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബോധ എന്ന് പറയുമ്പം ഈ കള്ളുകുടിയന്മാർക്കൊക്കെ കിട്ടുന്ന ഒരു ഇതായിരിക്കും. എന്താ വെച്ചാൽ നമുക്ക് അതിനെക്കുറിച്ച് ഒരു എക്സ്പീരിയൻസ് ഇല്ല. പക്ഷേ ഇത് സാർ പറഞ്ഞ് ഇപ്പം എനിക്ക് കുറേ നേരം ഇരിക്കുമ്പം എനിക്കത് മനസ്സിലാവുന്നുണ്ട്. അപ്പം കണ്ണ് തുറക്കാൻ തോന്നത്തില്ല, അതിൽ നിന്ന് വെളിയിൽ വരാൻ തോന്നത്തില്ല. അത് ഒരു സുഖമായിട്ടുള്ള ഒരു അനുഭവമായിട്ട് മാറും. അതാണ് 3rd സ്റ്റേജ്. അതായത് മെഡിറ്റേഷൻ ഈസ് ഹാപ്പനിങ്. മെഡിറ്റേഷൻ നമ്മുടെ ഉള്ളിൽ നടക്കുന്നു. അത് ആരും അതിനെക്കൊണ്ട് നടത്തിപ്പിക്കാനോ ചെയ്യിപ്പിക്കാനോ ഒന്നും ഒക്കത്തില്ല. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ സ്വയം നമ്മൾ ഈ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലോട്ട് പോകുമ്പം, അതായത് മനസ്സ് ഇങ്ങനെ കാമായി, ബ്രീതിങ് കാമായി, അങ്ങനെ ഒരു സുഖമായിട്ടുള്ള ഒരു അനുഭവത്തിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പം നമുക്ക് പെട്ടെന്ന് എണ്ണിക്കാൻ തോന്നത്തില്ല, ഒന്നും ചെയ്യാനൊക്കത്തില്ല. അതിന് പിന്നെയായിരിക്കും ഈ 3rd ഐ വിഷനൊക്കെ കിട്ടുന്നത് ബിഗിനേഴ്സിന്. ഓക്കെ, 3rd ഐ വിഷൻ എന്ന് പറയുമ്പോൾ കളേഴ്സ് കാണുന്നത്, പല സീനറി കാണുന്നത്, ഒരുപാട് കാര്യങ്ങളൊക്കെ തോന്നും. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ അവർ കണ്ട് അതിലേ ലയിച്ചിരിക്കും. അപ്പോൾ അതിൽ നിന്ന് അവർക്ക് വീണ്ടും എണ്ണിച്ച് വരാനേ തോന്നത്തില്ല. നമുക്കും ആ സ്റ്റേജ് വരണം. ഓക്കെ, അതുവരെ നമ്മൾ ക്ഷമയോടുകൂടി ചെയ്യുക. അപ്പം നമ്മൾ മെഡിറ്റേഷൻ നമ്മൾ ചെയ്യുന്നില്ല, നമ്മൾ മെഡിറ്റേഷന് ഇരുന്നു കൊടുക്കുന്നു, അങ്ങനെ വേണം പറയാൻ. അതായത് നമ്മൾ അനങ്ങാതെ കുറേ നേരം ഇരുന്ന് ശ്വാസത്തിനെ നിരീക്ഷിച്ച് ഇരിക്കുമ്പം മെഡിറ്റേഷൻ തന്നെത്താനെ നമുക്കുള്ളിൽ സംഭവിക്കുന്നു. അപ്പം മെഡിറ്റേഷൻ നമ്മുടെ ഉള്ളിൽ സംഭവിക്കാൻ വേണ്ടി നമ്മൾ ഇരുന്ന് കൊടുക്കുന്നു.
ഓക്കെ, അതിനാണ് സിറ്റിംഗ് ഫോർ മെഡിറ്റേഷൻ ആൻഡ് സിറ്റിംഗ് ഇൻ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഇരുന്ന് കൊടുത്താൽ മതി. നമ്മൾ ഒരു സ്ഥലത്ത് ക്വയറ്റായിട്ട് ഇരുന്നില്ല എന്ന് വെച്ചോണം, എങ്ങനെ മെഡിറ്റേഷൻ നടക്കും? എപ്പോൾ നോക്കിയാലും അടുക്കളയിൽ ജോലി, വീട്ടിൽ ജോലി, ഓഫീസിൽ ജോലി, മറ്റവരെ കുറിച്ച് പരദൂഷണം പറയുക, ടി വി നോക്കുക, ടി വിയുടെ കൂടെ സീരിയലിൻ്റെ കൂടെ ചേർന്ന് കരയുക, അവരുടെ ചിരിച്ചാൽ നമ്മളും ചിരിക്കുക. ഇങ്ങനെയൊക്കെ മറ്റവർക്ക് വേണ്ടിയും മറ്റവരുമായിട്ട് നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്ന എവിടെയാണ് നമുക്ക് മെഡിറ്റേഷൻ നടക്കാൻ പോകുന്നത്? അപ്പം നമ്മൾ മെഡിറ്റേഷന് നടക്കാൻ വേണ്ടി നമ്മൾ ഇരുന്ന് കൊടുക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ ജോലി അതോടെ തീർന്നു, കണ്ണടച്ച് മിണ്ടാതിരുന്നാൽ മതി. അതാണ് എത്രയോ സിദ്ധന്മാർ പറഞ്ഞിട്ടുണ്ട്, സുമ്മാ ഇരുപ്പതേ സുഖം. അതും സത്യമല്ലയോ? ഈ ഓടി 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 ജോലി ചെയ്യുന്നതിലേ നമുക്കൊരു അരമണിക്കൂർ റെസ്റ്റ്. എനിക്കിപ്പം ഓർമ്മയുണ്ട്, പണ്ടേ കാലത്ത് ഞങ്ങളുടെ അമ്മൂമ്മ പറയും, ഈ അടുക്കളയിൽ എന്നും ജോലിയാണല്ലോ, 24 മണിക്കൂറും അടുക്കളയിൽ ജോലിയാണല്ലോ. അപ്പം ഇവർക്ക് കുറച്ച് കിടക്കണമെന്നുണ്ടെങ്കിലേ, ഇവരില്ലേ വർഷത്തിനൊരിക്കൽ ഒന്ന് പെറുന്നത്, അപ്പോൾ കൊച്ചിന് പാല് കൊടുക്കണം. കൊച്ചിന് പാല് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചിനെയും പിടിച്ച് അടുത്ത് കിടത്തി പാല് കൊടുക്കുന്ന പോലെ ഇവർ ഒന്ന് റെസ്റ്റ് എടുക്കും, അല്ലെങ്കിൽ അവർക്ക് റെസ്റ്റ് ഇല്ല. അതുപോലെ നമുക്കും ഒരു റെസ്റ്റെങ്കിലും കിട്ടുമല്ലോ, ഒരു അരമണിക്കൂർ റെസ്റ്റ് കിട്ടിയാൽ അതെങ്കിലും നല്ലതല്ലയോ? ഇതൊക്കെയാണ് ഈ സയൻസ് ഓഫ് മെഡിറ്റേഷൻ എന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും എവിടെയെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻസിലിടുക, ഞാൻ നോക്കാറുണ്ട്. എന്നാലായത് അടുത്ത വീഡിയോയിൽ എങ്ങാനും നമുക്ക് അതിന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നന്ദി, നമസ്കാരം.